എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SBIയുടെ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫോണിൽ വളരെ എളുപ്പത്തിൽ യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. SBIയുടെ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യാനാവുകയുള്ളൂ. അതുകൊണ്ട് SBIയുടെ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഈ വീഡിയോയിൽ പറയുന്നത് പോലെ എങ്ങനെ യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യാമെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കാത്തവർക്ക് എങ്ങനെ യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോയും കൂടാതെ ഞങ്ങൾ ഇനി ചെയ്യുന്ന എല്ലാ യോനോ ആപ്പിനെ കുറിച്ചുള്ള വീഡിയോകളും ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് യോനോ SBI എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നിങ്ങൾ യോനോ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ യോനോ SBI എന്ന് വരുന്നതാണ്. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ യോനോ SBI ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ആ റൈറ്റ് സൈഡിലായി കാണുന്ന ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ യോനോ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അത് ഓപ്പൺ ആവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യോനോ ആപ്പ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി ആ ഓപ്പൺ എന്ന കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യണം. ഇനി അല്ലെങ്കിൽ ബാക്ക് അടിച്ച് ഹോം പേജിൽ എത്തിയ ശേഷം യോനോ ആപ്പിന്റെ ഐക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഹോം പേജിൽ അതിന്റെ ഐക്കൺ കാണുന്നില്ലെങ്കിൽ സ്ക്രീനിന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ആപ്പുകളുടെയും ഐക്കണുകൾ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് യോനോ ആപ്പിന്റെ ഐക്കൺ ഇതുപോലെ കാണാവുന്നതാണ്. അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ അത് ഹോം പേജിൽ എത്തുന്നതാണ്. അവിടെ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇനി ആ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാം. അത് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ ഇതുപോലെ ഒരു ചെറിയ ബോക്സിൽ കാണിക്കുന്നതാണ്. ഇവിടെ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കാണുന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തതായി ഇവിടെ എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ എന്നും ന്യൂ ടു SBI എന്നും തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ കാണാം. അതായത് നിലവിൽ നിങ്ങൾ SBI അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യാനാവുകയുള്ളൂ. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ എന്ന ഓപ്ഷൻ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ യോനോ ആപ്പിന് കോളുകൾ അലോ ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ അലോ ഡെനി തുടങ്ങിയ ഓപ്ഷനുകൾ കാണുന്നില്ലേ, അതിൽ അലോ എന്ന് കാണുന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ സിം കാർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതുപോലെ കാണിക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് SBI അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ മൊബൈൽ നമ്പർ നിങ്ങൾ യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോണിൽ ഇൻസർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾ SBI അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിന്റെ സിം കാർഡ് ഏതാണോ അതാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിന്റെ സിം കാർഡ് SIM2 ആണ്. അതുകൊണ്ട് SIM2 ഞാൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സിം കാർഡ് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ യോനോ ആപ്പ് SMS മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ അലോ ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പൊ ആ അലോ ഡെനി തുടങ്ങിയ ഓപ്ഷനുകളിൽ അലോ എന്ന് കാണുന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പഴയ പേജ് തന്നെ ഇതേപോലെ വരുന്നതാണ്. ഇനി വീണ്ടും ആ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ SBI അക്കൗണ്ടുമായി നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS അയച്ചുകൊണ്ട് നിങ്ങളുടെ SBI അക്കൗണ്ടിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും യോനോ ആപ്പ് കുറച്ച് നേരത്തേക്ക് ഇതുപോലെ റീഡ് ചെയ്യുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ ATM കാർഡ് നമ്പർ, ATM കാർഡിന്റെ പിന്ന്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ യോനോ ആപ്പിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നടുഭാഗത്തായിട്ട് പ്രൊസീഡ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നതാണ്. ഇവിടെ യൂസർ നെയിം, എൻ്റർ പാസ്വേഡ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അതിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിന്റെ യൂസർ നെയിം ആണ് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ പാസ്വേഡ് ആയിട്ട് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അങ്ങനെ നിങ്ങളുടെ SBI നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും സേവ് ആക്കണോ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സേവ് ആക്കണം എന്നാണെങ്കിൽ സേവ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് നൗ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഞാൻ സേവ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അഥവാ വൺ ടൈം പാസ്വേഡ് SMS ആയിട്ട് വരുന്നതാണ്. അതൊരു 6 അക്ക OTP നമ്പർ ആയിരിക്കും. അത് നിങ്ങൾ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ആ OTP എത്രയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ എൻ്റർ OTP എന്ന് കാണുന്നില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ OTP താഴെ ഇതുപോലെ വരുന്നതാണ്. ഇനി അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ആ OTPനെ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ യോനോ ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഒരു സ്ക്രീൻ ഇതുപോലെ വരുന്നതാണ്. അതൊന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിലും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളൊരു MPIN ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ ഇതുപോലെ വരുന്നതാണ്. MPIN എന്ന് പറഞ്ഞാൽ മൊബൈൽ ബാങ്കിങ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നതിൻ്റെ ചുരുക്കമാണ്. അതിന് 6 അക്കങ്ങളാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക MPIN ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് അവിടെ മുകളിൽ ആ 6 അക്കങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസുകൾ കാണുന്നില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്പർ കീബോർഡ് താഴെ വരുന്നതാണ്. അതിൽ നിങ്ങൾ ആ 6 അക്ക നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ താഴെ റീ എൻ്റർ ന്യൂ MPIN എന്ന് കാണുന്നതിന് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിലും നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ 6 അക്ക നമ്പറുകൾ ക്രമം തെറ്റാതെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ആ നമ്പർ കീബോർഡിന്റെ റൈറ്റ് സൈഡിൽ നീല കളറിൽ കാണുന്ന ആരോയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് ആ നമ്പർ കീബോർഡ് പോകുന്നതാണ്. ഇനി അതിന്റെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് ഇതുപോലെ ഒരു ബോക്സിൽ കാണിക്കുന്നതാണ്. ഇനി ആ താഴെ ഓക്കെ എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ യോനോ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ആക്ടിവേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ആർ യു ഷുവർ യു വാണ്ട് ടു എക്സിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ യെസ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും യോനോ ആപ്പിന്റെ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ലോഗിൻ, വ്യൂ ബാലൻസ്, ക്വിക്ക് പേ തുടങ്ങിയ ഓപ്ഷനുകൾ ഇതുപോലെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് യോനോ ആപ്പിന്റെ ഹോം പേജ് ഓപ്പൺ ആക്കണമെങ്കിൽ ലോഗിൻ എന്നതിൽ പ്രസ് ചെയ്യുക. ഇനി അക്കൗണ്ട് ബാലൻസ് അറിയാനാണെങ്കിൽ വ്യൂ ബാലൻസ് എന്നതിൽ പ്രസ് ചെയ്യുക. അതുപോലെ ക്യാഷ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാനാണെങ്കിൽ ക്വിക്ക് പേ എന്നതിൽ പ്രസ് ചെയ്യുക. നമുക്കിപ്പോൾ ഹോം പേജ് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ലോഗിൻ എന്നതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത MPIN ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇതുപോലെ കാണിക്കുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ MPIN ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് യോനോ ആപ്പിലൂടെ എല്ലാ ട്രാൻസാക്ഷനുകളും നടത്താനാവുക. ഇനി MPIN എന്ന് കാണുന്നതിന്റെ തൊട്ടടുത്തതായിട്ട് യൂസർ ID എന്ന് കാണുന്നില്ലേ, ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിന്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് യോനോ ആപ്പിന്റെ ഹോം പേജ് ഓപ്പൺ ആക്കാവുന്നതാണ്. അതിനേക്കാൾ എളുപ്പം MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത MPIN ടൈപ്പ് ചെയ്യാനായിട്ട് അവിടെ താഴെ കാണുന്ന ആ ലൈനുകളിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്പർ കീബോർഡ് വരുന്നതാണ്. അതിൽ നമ്മുടെ MPIN ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. MPIN ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നമ്മൾ അവസാനത്തെ നമ്പറും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. ഇനി നമ്മുടെ അക്കൗണ്ട് ബാലൻസ് പെട്ടെന്ന് അറിയാനാണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന വ്യൂ ബാലൻസ് എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ ഇപ്പോഴത്തെ ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് ഇതുപോലെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെ അക്കൗണ്ട്സ്, യോനോ പേ, യോനോ ക്യാഷ്, ഡെപ്പോസിറ്റ്സ് തുടങ്ങിയ കുറേ ഓപ്ഷനുകളുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷനുകൾ നടത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാത്തവർ യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ATM കാർഡ് നമ്പർ, ATM കാർഡിന്റെ പിന്ന്, അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ടിവേഷൻ്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡ് കൊടുത്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അതൊന്നും തന്നെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളെ അതിൽ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ തന്നെ അത് ആക്ടിവേഷൻ ആവുന്നതാണ്. എന്നാൽ എല്ലാവരും നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നവരല്ലല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ എങ്ങനെ നമുക്ക് യോനോ ആപ്പ് ആക്ടിവേഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ ഞങ്ങളുടെ യോനോ ആപ്പിനെ സംബന്ധിച്ച പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.